ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഫസ്റ്റ് സൺസ്ക്രീമാണ്. സൺസ്ക്രീം എടുത്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ ഞൊടിക്കുന്നതും ഇപ്പോൾ തന്നെ നമ്മൾ ഐലൈനർ വരെയാണ്. ഓക്കെ, നൈസ്. ഐലൈനറിന് ശേഷം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു കറുപ്പ് കളറ് ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഐബ്രോസിൽ നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് തല ചുറിയുന്നു, എന്നിട്ട് നോക്കി ചിരിക്കുന്നു, എന്നിട്ട് എന്തൊക്കെ കോപ്രായം കാണിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ലിപ് ബാം എടുത്ത് നമ്മൾ ചുണ്ടിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ ലിപ് ബാം എന്തായാലും ഇടണം. അതിനുശേഷം ഒരു മാല എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ ലിപ് ബാം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ മാല നല്ല കഷ്ടപ്പെട്ടാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ മാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് മുഖം നോക്കിയിട്ട് അടുത്ത് ഇനി ലിപ് ബാം അങ്ങ് തുടച്ച് കളയാൻ പോവാണ്. ലിപ് ബാം ഒക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാന്നുള്ള രീതിയിൽ അത് നല്ലോണം ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. ഇത് നല്ലോണം അതൊന്ന് വാരി അങ്ങ് തേക്കുന്നുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ കുറച്ചൊന്നും കൂടെ നമ്മൾ നല്ലോണം അങ്ങ് തേച്ച് വേണം. നല്ല രീതിയിൽ ലിപ്സ്റ്റിക്കൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. തേച്ചിട്ട് തീരുന്നില്ലല്ലോ ഭഗവാനി. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം അടുത്തെന്താണ് ഈ മുടിയാണ്. മുടി ഒന്ന് ഫസ്റ്റ് ഒരു വലിയ ചീപ്പെടുത്ത് നമ്മളൊന്ന് ജടയൊക്കെ ഒന്ന് കളയുന്നുണ്ട്. നല്ല രീതിയിൽ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം അടുത്ത് വേറൊരു ചീപ്പെടുത്ത് നമ്മൾ കോതുന്നുണ്ട്. അത് വെച്ച് കോതി നടുക്ക് സെൻറ്റർ വകുപ്പെടുത്തിട്ട് ഒന്ന് കോതി ഇടുന്നുള്ളൂ. വേറെ ഒന്നും കെട്ടുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഹെയർ ആയിട്ട് വയ്ക്കാനാണ് തീരുമാനിച്ചേക്കണം. അങ്ങനെ മുടിയൊക്കെ ഒന്ന് കോതി സൗന്ദര്യം ആസ്വദിച്ചു. അതിനുശേഷം എന്താണ് മുടി കുറേ നേരമായിട്ട് ഞങ്ങൾക്ക് മുടി തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുടി സെറ്റായി. ഇനി ഒരു കമ്മലെടുത്തിട്ടാണ്, നല്ലൊരു ശൂലം പോലത്തെ കമ്മലാണ്. അങ്ങനെ ആ കമ്മലൊക്കെ ഇട്ടിട്ട് ഞാൻ മുടി വീണ്ടും അതിനുശേഷം ഒരു കുഞ്ഞി പൊട്ട്, ആരും നമ്മൾ പൊട്ട് വെച്ചെന്ന് അറിയാൻ പാടില്ല, അങ്ങനത്തെ ഒരു പൊട്ടെടുത്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മളെ തന്നെ നോക്കി സൗന്ദര്യം പുളകിതയാവുകയാണ്. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇനിയിപ്പോൾ ഞാൻ പൊട്ടാറ്റ